ഇത് കണ്ട ഈ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ കുഴികളുണ്ട് അത് ഇതെന്തിനാ ഈ കുഴികളെന്താ അറിയാം ഇത് ശരിക്കും പറഞ്ഞ് ഞണ്ട് പോകുന്നതാണ് ഈ ഞണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഞണ്ടുണ്ടാവുമായിരുന്നു മനസ്സിലായ ഒരുപാട് ഞണ്ടുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വന്ന് കയറി കിടക്കുക ഇവിടെയൊക്കെ കുഴി ഒഴിച്ചിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതൊന്നല്ല കേട്ടോ ഞണ്ട് കുഴി ഒഴിക്കും എന്തോ ചെയ്തോട്ടെ അത് അവരെ കാര്യമായിരുന്നു ചില മനുഷ്യന്മാരുണ്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ കുഴി ഒഴിക്കുന്ന ടീമുകൾ ഐറ്റുകളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് തുറന്നാലും സോഷ്യൽ മീഡിയ എവിടെ തുറന്നു കഴിഞ്ഞാലും കുറേ ആൾക്കാർ വന്നിട്ട് ഈ അപരാധിച്ച ഫോട്ടോ ഇടും അപരാധിച്ച ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്നും കാണുകയും ചെയ്യില്ല എന്നാൽ ഈ ഫോട്ടോ ഇട്ടിട്ട് എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു സംഭവത്തിലുള്ള ഫോട്ടോ എന്ന് ഇടുക അതിൻ്റെ അടിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഞരമ്പൻ എന്ത് ചെയ്യും കമൻ്റ് ഇടും പിന്നെ 3 ദിവസം ഈ കമൻ്റ് എടുത്തു വെച്ചിട്ടാണ് ഇവരെ ഫോട്ടോ ഇടൽ അതായത് നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേടാ നിൻ്റെ വീട്ടിൽ മറ്റേവരില്ലേടാ ആദ്യം തന്നെ ഇവരോട് പറയാനുള്ളത് നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേടാ എന്നുള്ളത് ഞാൻ നിരോധിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളൊന്നും ഇതുപോലെ പോയിട്ട് ഫോട്ടോ എടുത്ത് ഇടുന്നുണ്ടാവില്ല അതുകൊണ്ട് എന്തിനാണ് അവരെ പറയുന്നത് നിങ്ങൾ നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇവനെ പോലെ ഞരമ്പ് രോഗിയായിരിക്കില്ല ഇവൻ്റെ അമ്മയും സഹോദരങ്ങളും ഭാര്യയൊന്നും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് മാറ്റി വെച്ചേക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലും ഇല്ലേ ആണുങ്ങൾ ഇല്ല നിങ്ങളെ വീട്ടിലും ഇല്ലേ പെണ്ണുങ്ങൾ ഇവിടെ പലരും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നോക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോഴേക്ക് കുറച്ച് വയറൊക്കെ കാണിച്ചിട്ട് ഒരു തള്ളയാ ഒരു ഫോട്ടോ ഇട്ടിരിക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജയിച്ചേ അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇല്ലടാ നിൻ്റെ അമ്മക്ക് ഇങ്ങനെ ഇല്ല അവൻ്റെ അമ്മ എന്താ ഇങ്ങനെ കാണിച്ചു നടക്കല അല്ല അവൻ്റെ സഹോദരി എന്താ ഇങ്ങനെ കാണിച്ചു നടക്കല അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടുന്നവന്മാർ ഒരു കാര്യം ആലോചിക്കുക പല കമൻറ്റുകളും വരും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ അരിയും ആഹാരങ്ങളും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പന്മാർ തന്നെയാണ് വേറെ ആരുമല്ല ഇതുപോലെയുള്ള ഞരമ്പന്മാർ ഇല്ലോണ്ടാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് ഇതുപോലെയുള്ള ടീമുകൾ എന്ന് ഈ നോട്ടം നിർത്തുന്നോ അന്ന് നിങ്ങളുടെ വരുമാനം നിന്നു അതുകൊണ്ട് അവറ്റകളോട് നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത് എപ്പോഴും ഒരിക്കലെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കുറവാക്കരുത് അല്ലെങ്കിൽ കളിയാക്കരുത് അവരെ മറ്റു പലതും ചെയ്യാനൊന്നും ശ്രമിക്കരുത് നിങ്ങളെ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പനാണ് അപ്പോൾ അവൻ്റെ ഒന്നും അറിയാത്ത അമ്മയോടോ പെങ്ങന്മാരോടോ നിങ്ങൾ എന്നിട്ട് നിൻ്റെ അമ്മയ്ക്കില്ലടാ നിൻ്റെ പെങ്ങൾക്കില്ലടാ എന്ന് പറഞ്ഞാൽ അവരൊന്നും ഇത് കാണിച്ചിട്ടൊന്നും ഫോട്ടോ ഇടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അതൊന്നും പറയാങ്ങൾ അത് തെറ്റല്ലേ ചെയ്യുന്നത് ഇവർ മറ്റേ എന്നാ പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഫോട്ടോ ഇടുന്നതിന് അവനിടെ വന്ന് കമൻറ്റ് ഇടുന്നതിന് കമൻറ്റ് ഇടുമ്പോഴും അവരൊരു സുഖം അനുഭവിക്കുന്നുണ്ട് അതാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് റിമൂവ് ചെയ്യാനോ ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കമൻറ്റ് ജനങ്ങളെ കാണിച്ചാൽ മതി ഇല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ കമൻറ്റ് ജനങ്ങൾ കാണുകയും വേണം അതുപോലെ തന്നെ ഉള്ള ഫോട്ടോ കാണുകയും വേണം അതുപോലെ തന്നെ ഞാൻ തിരിഞ്ഞ് നിൽക്കൂല ഇന്ന് ഒരുത്തിൻ്റെ ഫോട്ടോ ആണേ ഇങ്ങനെ നിന്നിട്ട് പുറം കാണിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞ് നിൽക്കൂല ഇവിടെ പുറകിൽ നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒടുവള്ളി ബസ് സ്റ്റാൻഡ് പോലെയാണ് നടന്നത് മുള്ള് ഇങ്ങനെ എന്താണ് പായലും പൂപ്പലും പിടിച്ച സ്ഥലം പോലെയാണ് നടന്നത് ബോഡി ഷെയ്മിങ് ആണെന്നൊന്നും വിചാരിക്കണ്ട ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നത് കണ്ടത് നമ്മൾ കണ്ടത് പറയാറുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്നാണ് എൻ്റെ പൊന്നു മക്കളെ ഇത് തന്നെ ഒരുപാട് തൊഴിലാക്കിയത് അതിലെന്ന് പറയുന്നത് ഒരു 55 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് 40 വയസ്സ് ഇങ്ങനെയുള്ള ടീം വരെയുണ്ട് കുറേ നാൾ മുമ്പ് ഒരു തള്ള പിണറായി വിജയനെ തെറിയും വിളിച്ചുകൊണ്ട് കുളിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്തോ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രി എന്നെ അതാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ തെറി പറഞ്ഞുകൊണ്ടും അങ്ങേരുടെ പാർട്ടീനെ തെറി പറഞ്ഞുകൊണ്ടും അതൊന്നും ഇങ്ങനെ എന്താ വെച്ചാൽ ഞാൻ പരസ്യമായിട്ട് കുളിക്കും ഞാൻ പരസ്യമായിട്ട് ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കണം ഇവരൊക്കെ മക്കൾ ശരിക്കും പറഞ്ഞ് ഇവരൊക്കെ സൈക്കലായിരിക്കും അതായത് എന്തെങ്കിലും പറയാൻ പറ്റുമോ കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീൻ്റെ ലൈവ് ഞാൻ കണ്ടതാണേ അതായത് ആ ലൈവ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം മാന്യതയോട് കൂടിയിട്ടാണ് പിന്നെ മുടിചീകൽ വന്നിട്ട് ഇതിൻ്റെ പുറത്തുനിന്നായി അതുപോലെ തന്നെ സാരി ഉടുക്കൽ ലൈവിലായി പിന്നെന്ന് പറയുന്നത് സാരി രസമുണ്ടോ ചോദിക്കൽ ലൈവിലായി എണീച്ച് നിന്നിട്ടുള്ള ലൈവ് വേറെ അതുപോലെ തന്നെ ഇങ്ങനെ കിടന്നിട്ടുള്ള ലൈവ് വേറെ പിന്നെ ഇങ്ങനെ കിടന്നിട്ടുള്ള ലൈവ് വേറെ എന്തോ നാടേ ഇത് ഈ സ്ത്രീകൾ തന്നെയാണ് ഒരു കണക്ക് പ്രകാരം സ്ത്രീകൾ ഇങ്ങനെ പറയിക്കുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ പലതരത്തിലുള്ള ലൈവുകൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേശ്ശെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് കണ്ട ആ കാക്ക വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ കൊണ്ടുവന്നേ കേട്ടാ ഇതാ ഇതെല്ലാം എവിടെയോ അത് കൂടുണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ അധ്വാനിക്കുന്നില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് ഇവർ ഈ കാക്ക വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അധ്വാനിച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത് ഇവിടെ കുറേ എണ്ണം വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ശരീരം കാണിച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നതാണ് എന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും പ്രശ്നങ്ങളും കേസുകളും ആർക്കാന്ന് വരുമോയെന്ന് അറിയാം ഇതിനിടയ്ക്ക് ഒരാൾ പറയാണ് പച്ചക്ക പറയാണ് ഞാൻ കേസ് പോയി കൊടുക്കുന്നു എന്തിനാ അറിയാം ഈ കമൻ്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ ഒരു കാര്യവും കൂടി പറയുന്നത് ഈ കമൻ്റാണ് ഇവരുടെയൊക്കെ വരുമാനം ഇനി ചിലപ്പോഴും പറഞ്ഞാൽ ഇവരുടെ കമൻ്റ് ഇടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം ഭർത്താവായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം അങ്ങനെയുള്ള തെണ്ടികളും ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ഇതുപോലെയുള്ള കമൻറ്റ് ഇട്ടിട്ട് ആ കമൻറ്റിനെ വിമർശിക്കുക പിന്നെന്ന് പറഞ്ഞാൽ ചില കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ട് അവനെ തേടി വീട്ടിൽ പോകുമെന്ന് പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടവനെ തേടിയിട്ട് ചീത്ത പറയുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ
അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോ. അതിൻ്റെ അകത്ത് ഒരുപാട് ഞരമ്പന്മാർ വരും. ആ ഞരമ്പന്മാരാണ് നിങ്ങളുടെ ചോറ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും അവന്മാർ നിങ്ങളെ തെറി പറയാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. ആ ഒരു ടീം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും റീച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് നന്ദി പറയുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും എന്ന് പറയുന്നത് അവരെ വീട്ടിൽ പോയിട്ട് തെറി വിളിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ചോദിച്ചു, അവൻ എൻ്റെ ഇത് ചോദിച്ചു, അവൻ എൻ്റെ അത് വലിപ്പമുണ്ട് എന്ന് പറഞ്ഞു, അവൻ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു പെണ്ണുങ്ങൾ ചക്ക എടുത്ത് വരുമ്പോൾ ചോദിക്കുക, ഈ ചക്ക ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നു അറിയോ? അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ കണ്ടപ്പോഴേ ആ കമൻറ്റിന് മുഴുവൻ പോയിട്ട് ഈ പെണ്ണുങ്ങൾ തെറിയും പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്? അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇടാണ്ടെന്നൂടെ, അങ്ങനെ ഒരു ഇത് ചെയ്യാണ്ടെന്നൂടെ? പിന്നെ വേറെ ഒന്നെന്നാണ് പറയുന്നത് അറിയാം. ഇതിനിടയ്ക്ക് പച്ചക്ക പറയുകയായിരുന്നു 40 കഴിഞ്ഞ സ്ത്രീകളെ പ്രേമിക്കണമെന്ന്. ഓളെ ജീവിതം തൊലഞ്ഞ് കുത്തുവാളി എടുത്തിട്ട് നാരായണക്കല്ലായി. ഇനി മറ്റുള്ളവരെയും കൂടി ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലാസ്റ്റിലത്തെ ഒരു അടവാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ 40 പ്രണയിച്ചു, എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി എന്നുള്ള അഭിമാനത്തോടുകൂടി പറയുന്ന കുറേ എണ്ണം വേറെ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ഒരു സാധാരണ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കും. ഇവരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മക്കെന്താന്ന് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് തപ്പാൻ തുടങ്ങും. ആരെങ്കിലും ഉണ്ടാ പോയിട്ട് വീഴുന്നത് ഏതെങ്കിലും ഒരുത്തൻ്റെ കെണിയിലായിരിക്കും. അവസാനം മോനെല്ലാം കൂടി കൊണ്ടുപോകുമ്പോഴായിരിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ കുടുംബവും നശിച്ച് കുട്ടികളും നശിച്ച് എല്ലാവരും ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇവറ്റകളൊന്നും നിങ്ങൾക്ക് ഉപദേശമല്ല തരുന്നത്. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ 10 പൈസക്ക് വേണ്ടിയിട്ട് ഇതൊരു കണക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു ടീമെന്നാ അറിയാം, അതായത് പിന്നെ 45 വയസ്സ് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആഗ്രഹം ഉദിക്കുന്നതെന്ന്. ഏത് അറിയാം? മറ്റേ പോലുമായിരുന്നു. ഇങ്ങനെയുള്ള കുറേ എണ്ണം വേറെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ട്. നീ മറ്റേ ഇപ്പം പറഞ്ഞതിനൊന്ന് ട്യൂൺ ഇടണേ ഒന്ന്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ കാണുന്നില്ലേ. കട്ടിയൊന്നും വേണ്ടായിരുന്നു. എന്തിനാ കട്ടി എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കലാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അറിയാം, ഞങ്ങൾ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആളാണ്. ഇതെന്താ ഇത്രയും നാൾ ഇവരൊന്നും ഇല്ലാതെയൊന്നും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ലേ? ഇവരൊന്നും ഇല്ലാതെയുടെ ജനങ്ങൾ ജീവിച്ചിട്ടില്ലേ? എല്ലാവരും നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ ടീമുകൾ വന്നതിൻ്റെപ്പാണ് ഇവിടെ ഈ സോഷ്യൽ മീഡിയ പ്രകാരം ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോയതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാരണം ഇവിടെ ഒരുപാട് പേര് അനാഥരായി പോയതെന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് ഒരുപാട് പേരെ ഇത് എന്താ പറയണ്ടത്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടങ്ങ് പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക 40 കഴിഞ്ഞവരെ പ്രേമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയായിരിക്കും, അവരൊരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും. അവരെന്ന് പറഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോയാലും ഭർത്താവിനെയും കാത്തിരിക്കുന്നവരായിരിക്കും, കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും. അവറ്റകളെ പ്രേമിക്കാൻ പോയിട്ട് അവരുടെ കുടുംബം നശിപ്പിച്ച് നാരായണ കല്ലാക്കിയിട്ട് വിടണമെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്കൊരു മര്യാദക്കുള്ളൊരു കുടുംബമില്ല, ഇവർക്കൊരു മര്യാദക്കുള്ളൊരു കുടുംബം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും അങ്ങനെ ആയിക്കോട്ടെ, അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും നശിക്കട്ടെ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു മനോരോഗമെന്നേ ഞാൻ പറയുള്ളൂ ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ ഒരു ക്യാമറയും തുറന്നു വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു 10 കുടുംബങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അത്രയും സമാധാനം എനിക്കെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ടീമുകൾ ഇപ്പോഴും നമ്മളെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇമാതിരി കൂതറകളെയൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 1 മില്യൺ 2 മില്യണൊക്കെയാണ് പോകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ ഇടുവോ എന്ത് വേണമെങ്കിലും ചെയ്തൂല്ലാത്തൊരു ഉപകാരമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടോട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റീച്ച് ചെയ്യുന്നതുമാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ അവരെ തെറി പറയാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെയോ പിന്നെ എന്താ പറയുക അമ്മയെയോ ഒന്നും കുറ്റം പറയാൻ പാടില്ല. കാരണം നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അവരൊന്നും ഇതുപോലെ കാണിച്ചിട്ടൊന്നും അല്ല ഫോട്ടോ ഇടുന്നത്. അവരത് ചെയ്യാത്തിടത്തോളം കാലം അവർ വളരെ ഡീസൻ്റാണ്. അവരൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇവൻ കാണുന്നത്. അത് അവൻ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അരിമണിക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വീട് എടുത്തു കൊടുക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ മകൾക്ക് അതുപോലെ മകളുടെ ഭർത്താവിനെയൊക്കെ നിങ്ങൾക്ക് പോറ്റാൻ കഴിയുന്നത്, അതുപോലെ നിങ്ങളുടെ മകന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നതും അവന് വീട് കൊടുക്കാൻ കഴിയുന്നതും. കാരണം ഇവരൊക്കെ 10-60 വയസ്സുള്ള പ്രായമുള്ളവരാണ്. അപ്പോൾ ഈ പൈസയൊക്കെ ഇങ്ങനെയാണ് ഇവർ ചിലവാക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ നാറ്റിക്കുവാന്ന് നിങ്ങൾ കരുതരുതൊരിക്കലും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കാണിച്ചിട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് അനുഭവിച്ചോളുക. ഇനിയിപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ പോയിട്ട് കേസ് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഹൈപ്പ് അത് മറന്നുകൊണ്ട് എല്ലാവരും മറക്കുന്നുട്ടാ. ബൈ ബൈ.